Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 5 സബ്ജക്ട്സിന്റെയും ബികോം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് റെഗുലേഷൻസും ചെയ്തു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഒരു നല്ല സ്റ്റഡി പ്ലാൻ തരാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാളും മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഈ 2 സബ്ജക്ട്സ് ബികോം BBA സ്റ്റുഡൻസിന്റെയും അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് ആദ്യം പറയാനുള്ള മറ്റൊരു കാര്യം, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ജൂൺ 19 എക്സാം ആണ് എന്ന് ഡേറ്റ് വന്നിട്ടും പല കുട്ടികളും ബുക്ക് തൊട്ട് നോക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു മൂഡ് വരുന്നില്ല എന്ന് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടും പഠിക്കാനുള്ള ചൂട് ക്ലൈമറ്റിലുണ്ട്, നല്ല ചൂടുണ്ട്, 38, 39 ഒക്കെ. പക്ഷേ പരീക്ഷാ ചൂട് വരുന്നില്ല. കാരണം ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെയാണ് അതില്ലാത്തത്. അവർക്കത് എന്താണ് എക്സാം ആയി എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല എന്നുള്ളതാണ് മെജോറിറ്റി കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, റിസൾട്ട് വന്നിട്ട് ഏറ്റവും ഘടാഘടികന്മാരായിട്ടുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്ന പേപ്പേഴ്സ് ആണത്. സോ അതിൽ തോൽക്കാതിരിക്കാനും നല്ല മാർക്കിലോട്ട് പോകാനും വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഇതിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച് പാസ്സാകുക എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലം പേപ്പേഴ്സിന്റെ കേസിൽ വളരെ പാടാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 4 സെമസ്റ്ററിന്റെ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. 3 പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നു. അതിൽ 2 പേപ്പേഴ്സ് കോമൺ പേപ്പേഴ്സ് ആണ് ബികോമിനും BBAക്കും. നമ്പർ 1 ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തിയറി, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് തിയറി, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ ആണ്. ദെൻ കോർ പേപ്പർ, കോർപ്പറേറ്റ് റെഗുലേഷൻസ് കോർ പേപ്പർ ആണ്. കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. ഇതാണ് നമ്മുടെ 5 പേപ്പേഴ്സ്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ട് വരുന്നൊരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ പേപ്പറും ഏകദേശം ഒരു മീഡിയം അല്ലെങ്കിൽ കുറച്ചൊരു ടഫസ്റ്റ് പേപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. QT പേപ്പർ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. ദെൻ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്ന സബ്ജക്ട്സ് ആണ്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം മാറ്റി വെക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് QT, എസ്പെഷ്യലി നോൺ കോമേഴ്സ് കോമേഴ്സ് സ്റ്റുഡൻസിന് QT പേപ്പറിനോട് ഒരു അലർജിയാണ്. നോൺ കോമേഴ്സ് സ്റ്റുഡൻസ് +2 കഴിഞ്ഞിട്ട് സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ പിന്നെ ബികോമിലേക്ക് തിരിഞ്ഞവർ, അവർക്ക് QT പേപ്പറൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് വരാറുണ്ട്. ബട്ട് QT പേപ്പർ +2 അക്കൗണ്ടിങ് ഒക്കെ അല്ലെങ്കിൽ കോമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് എത്ര പോയാലും അങ്ങോട്ട് തലയിൽ കയറാൻ കുറച്ച് പാടാണ്. അപ്പോൾ ബട്ട് നമ്മുടെ QT എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ സാധിക്കില്ല. പ്രോബിലിറ്റി ഉണ്ട്, അതാണ് കുട്ടികൾക്ക് ടൈം കളയുന്ന ഒരു ഏരിയ. ബട്ട് പഴയ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഴയ സിലബസിലെ ഹൈപ്പോത്തസിസ് ഒക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ QTയും കോസ്റ്റ് അക്കൗണ്ടിങ് കട്ടയ്ക്ക് നിൽക്കണ ഈ 2 പേപ്പേഴ്സിലോട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം മാറ്റി വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആവുന്ന 2 പേപ്പേഴ്സാണ്. പിന്നെ തിയറി പേപ്പേഴ്സിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ED ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അത് ഒരുപാട് വായിക്കാനുണ്ട്. ബട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് കിട്ടും. അങ്ങനെ സമയം ലാഭിക്കാൻ സാധിക്കും. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണെങ്കിലും അതെ. ഇതിൻ്റെ
പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വായിക്കാനുണ്ട്. ബട്ട് അതിനെ സ്മാർട്ടാക്കി എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണാം. അങ്ങനെ സമയം ലാഭിക്കാം. പിന്നെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിലും എഴുതാൻ സാധിക്കുന്ന സബ്ജക്ട്സ് ആണ് ഈ 2 സബ്ജക്ട്സ്. ഇനി കോർപ്പറേറ്റ് റെഗുലേഷൻസിലോട്ട് വരുന്ന സമയത്ത് കമ്പനി ലോയാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു പേപ്പറും കുട്ടികൾക്ക് അരിയർ വരുന്നൊരു സബ്ജക്റ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര വായിച്ചാലും ടേമുകൾ തലയിലേക്ക് കയറാത്ത ഒരു പ്രശ്നം. നമുക്ക് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ലോ പേപ്പർ പറ്റുന്നതല്ല. പിന്നെ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ 3rd സെമസ്റ്ററിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചുള്ള പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു എഡ്ജ് നൽകുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇതിനും നിങ്ങളുടെ സമയം നല്ല രീതിയിൽ മാറ്റി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതി പറയാറുണ്ട്. ഇതിനായിട്ട് മുമ്പത്തെ സെമസ്റ്ററിലത്തെ സ്റ്റഡി പ്ലാനിൽ എപ്പോഴും പറയുന്നതാണ്. ഞാൻ തിയറിക്കും പ്രോബ്ലത്തിനും കൊടുക്കുന്ന അപ്രോച്ച് കുറച്ച് സമയം കൊണ്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ കൊടുക്കുന്ന സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രോബ്ലംസിലോട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഈവനിങ് പഠിച്ച് മോർണിംഗിൽ റിഫ്രഷ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, QT, 2 പ്രോബ്ലം പേപ്പേഴ്സിന് നിങ്ങൾ കൂടുതൽ സമയം നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൽ QT പേപ്പറിന് ഞാൻ ഒരൊറ്റ ബുക്കേ സജസ്റ്റ് ചെയ്യുള്ളൂ, LR പോറ്റി. ഈ ബുക്കിലത്തെ അതേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിപ്പോൾ എക്സാമിന് ഇതുവരെയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ LR പോറ്റിയുടെ ബുക്ക് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വേറെ ഒരൊറ്റ ബുക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതല്ല. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൽ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം തന്നെ ആദ്യം പറയാണ്. ദെൻ റിവിഷനിലൂടെ മാത്രമാണ് നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ സമയം നിൽക്കുള്ളൂ. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ തല ഒരേപോലെ തന്നെയാണ്. അല്ലാണ്ട് ഒരാൾക്ക് ബുദ്ധി കൂടുതലോ കുറവോ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു കാര്യം ക്വിക്കായിട്ട് കിട്ടുന്നുണ്ട്, വേറൊരാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മറ്റു വ്യക്തിക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? എഫേർട്ട് എടുത്ത് നമ്മുടെ ലെവൽ കൂട്ടാൻ പറ്റും. അത് റിവിഷനിലൂടെ മാത്രമാണ്. അപ്പോൾ റിവിഷനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിൽ അതെങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് നേടാൻ സാധിക്കും? അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ 9-ാം തീയതിയാണ്. 40 days സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് വയ്ക്കാൻ പറ്റാം. 40 days സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഈ ഒരു 40 days സ്റ്റഡി പ്ലാനിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രോബ്ലംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈവനിങ്ങിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ് ആവട്ടെ, QT ആവട്ടെ, ഈവനിങ് ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നത് ഇന്ന് ഒരു 7:30 എങ്കിൽ 7:30 PM എങ്കിൽ ഒരു 2.5 മണിക്കൂർ, 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ രാത്രി നിങ്ങൾ പഠിക്കുക. ഒരു 10 മണിക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ, ചില ആൾക്കാർ ചിലപ്പോൾ രാത്രി ആയിരിക്കും കൂടുതലിരിക്കുക, അതൊക്കെ ആ പേഴ്സണാണ്. ഞാൻ എന്നാലും ഈ ഒരു ടൈം പറയുന്നു. രാത്രി നിങ്ങൾക്കൊരു 2.5 മണിക്കൂർ പഠിക്കാൻ സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ 2.5 മണിക്കൂർ നല്ല രീതിയിൽ കിട്ടും. അതാണ് മറ്റൊരു ഗുണം. രാത്രിയാകുമ്പോൾ വലിയ ബഹളങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ ആ മൊബൈൽ ഫോൺ, അതിലെ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്. ഡിസ്റ്റർബൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കാൻ നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ, എപ്പോഴാണ് എണീക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും, ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ തലേദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടോ, ഒക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും റിവിഷൻ, അതിന് കൂടുതൽ സമയം നമ്മൾ മാറ്റണം. ഇത് തലേദിവസം പഠിച്ച് ഉറങ്ങി കാലത്തെണീറ്റ് നിങ്ങൾ അരമണിക്കൂർ ഇത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. മനസ്സിലാവുണ്ടോ? ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ, ഞാനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നതാണ്, കുറച്ച് സമയം കൊണ്ട് തന്നെ അവിടെ റിവിഷനും നടക്കും, ഓർമ്മ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഈ രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കുക. ഇപ്പം രാത്രി ചില കുട്ടികൾ ഉറക്കം
തിയറി രാത്രി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യത കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ചെയ്ത് നോക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പെന്ന് പെൻസില് അല്ലേ, ഇതൊക്കെ എടുക്കണം. ഓട്ടോമാറ്റിക്കലി അവിടെ ഉറക്കം വരാനുള്ള സാധ്യത കുറവാണ്. ദെൻ പിറ്റേ ദിവസം എണീക്കുമ്പോൾ റിഫ്രഷ് ചെയ്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ പ്രോബ്ലം പേപ്പേഴ്സിനെ നമുക്ക് പിടിച്ച് കെട്ടാൻ സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ തിയറി, ബാക്കി തിയറി പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി എത്ര സമയം മെനക്കെട്ടാലും ഈ ഈവനിങ് പഠിച്ച് പിറ്റേ ദിവസം റിഫ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ദെൻ മോർണിംഗ് നിങ്ങൾ തിയറി പേപ്പേഴ്സ്, അതിപ്പോൾ എന്താണ് എണീറ്റ് ഒരു മോർണിംഗ് ടൈം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ മോർണിംഗ് ഒരു അപ് ടു 1 o'clock വരെ ചിലപ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാളിറ്റി ടൈം കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതാണ് മോർണിംഗ്. ഡിസ്ട്രാക്ഷൻസ് ഒരുപാടായിരിക്കും. ഈവനിങ് കിട്ടുന്ന അതുപോലെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ മോർണിംഗ് ടൈമിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയും ഉച്ചയ്ക്ക് ചിലപ്പോൾ ടൈം കിട്ടിയാൽ, അപ്പം ഞാൻ മാക്സിമം ഉച്ചയ്ക്കൊക്കെ കൂടിയിട്ട് 2 മുതൽ 3 മണിക്കൂർ വരെ കിട്ടിയാലായി. എന്നാലും നമ്മൾ മോർണിംഗും ആഫ്റ്റർനൂണും ഒക്കെ കൂടിയിട്ട് മിനിമം ഒരു 2.5 മണിക്കൂറും നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. അതല്ല മോർണിംഗും ആഫ്റ്റർനൂണും കൂടിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും എങ്ങനെയും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുക. മോർണിംഗ് ഒരു 1 മണിക്കൂറോ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. എന്നാലും ഒക്കെ കൂടി 2.5 hours സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ തിയറി, ആ ഒരു സമയം നിങ്ങൾ തിയറിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒരുപാടാണ്. അത് നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് നല്ലൊരു ടൈം സെറ്റ് ചെയ്യുക, ക്വാളിറ്റി ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിയറിക്കും പ്രോബ്ലംസിനും നിങ്ങളുടെ ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു കാരണവശാലും സെയിം സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഒരു ദിവസം ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മറ്റൊരു പേപ്പറിലോട്ട് നിങ്ങൾ നിർബന്ധമായി മാറിയിരിക്കണം. മനുഷ്യന് അല്ല, ഒരു ദിവസം ക്യാബേജ് തോരൻ കഴിച്ചു, പിറ്റേ ദിവസം അത് തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മടുക്കും. അത് എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന ഒരു വികാരം തന്നെയാണ് പഠിക്കുന്ന കേസിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ മാറി മാറി പഠിക്കണം. അതല്ലെങ്കിൽ അവിടെ ഒരു ഇതായിരിക്കും, ഇറിറ്റേഷൻ ആയിരിക്കും ഒരു സബ്ജക്റ്റ് തന്നെ നോക്കിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ പിറ്റേ ദിവസം നോക്കാം, അതല്ലെങ്കിൽ മറ്റൊരു പേപ്പറിലോട്ട് പോകാം. അങ്ങനെ മാറി മാറി നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ദെൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്മാർട്ടായിട്ട് മാത്രം പഠിക്കുക. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി 5 സബ്ജക്ട്സിൻ്റെയും ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാകണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് 5 മൊഡ്യൂളിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 5 മൊഡ്യൂളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മൊഡ്യൂൾസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മിനിമം എനിക്ക് ഇത്രയെങ്കിലും പഠിച്ച് പാസ്സാകണമെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഒരു 70% മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട, അല്ലെങ്കിൽ 60, 80, 90 അങ്ങനെ ഓരോ പെർസെൻറ്റേജ് മാർക്സ് മേടിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഹൈ മാർക്സിലോട്ട് പോകണം. എന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയെങ്കിലും പഠിച്ച് അവസാനിപ്പിച്ച് നമുക്ക് പാസ്സാവണമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഞാനത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ആ വീഡിയോസ് കണ്ടതിന് ശേഷം പഠനം ആരംഭിക്കുകയാണെങ്കിൽ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകും. അതല്ലാണ്ട് ബുക്ക് എടുത്തൊരു ഓർഡറിൽ പഠിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു അന്തം കുന്നുണ്ടാവില്ല, ഒരുപാട് സമയം പോവും. ഞാൻ പഠിപ്പന്നെ പഠിപ്പായിരുന്നു, പഠിച്ചതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വന്നില്ല. അതാണ് മിക്ക കുട്ടികളുടെയും പ്രശ്നം. നേരെ മറിച്ച് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും ഒരു അനാലിസിസ് പറയുന്നതാണ്, പാരിറ്റോ അനാലിസിസ്. 80:20 നിങ്ങൾക്ക് അറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ ടോട്ടൽ 100% സിലബസ് ഉണ്ടെങ്കിൽ അതിനെ 80:20 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത 20% ഏരിയയിൽ നിന്നാണ് നമുക്ക് 80% ക്വസ്റ്റ്യൻസ് വരാം.
ബാക്കി 80% ഏരിയയിൽ നിന്ന് 20% ചോദ്യങ്ങളെ നമുക്ക് എക്സാമിന് വരാമല്ലോ. മനസ്സിലാവണ്ട? അപ്പൊ ഒരു കുട്ടി ബുക്ക് എടുത്തിട്ട് ഇത് 100% പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നോക്കുന്ന സമയത്ത് അവൻ ഈ 80% ഏരിയ കവർ ചെയ്തു. ഈ 20%-ത്തിലോട്ട് അങ്ങനെ കവർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഒരു കുട്ടി എക്സാമിന് പേപ്പർ കിട്ടിയപ്പോൾ അവൻ 80% പഠിക്കാൻ വേണ്ടിയിട്ട് അത്ര എഫേർട്ട് എടുത്ത, ബട്ട് അതിൽ നിന്ന് 20% ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. എന്താ ഉണ്ടാവുക? അവൻ ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടി. നേരെ മറിച്ച് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് അറിയാം, 20% ഏരിയയിൽ നിന്നാണ്. അവൻ ആ ഏരിയ മനസ്സിലാക്കി 20% ഏരിയ മാത്രം പഠിച്ചു. എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു, അവൻ പഠിച്ച ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ മാത്രം 80% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ദിസ് ഇസ് ആക്ച്വലി പാരിറ്റോ അനാലിസിസ്. ഇതെല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേസ് അതുകൊണ്ടല്ലോ നിങ്ങൾ ചോദിക്കുക എൻ്റെ അടുത്ത് എപ്പോഴും ഏതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നതും ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി നിങ്ങൾ നിർബന്ധമായും നടത്തിയിരിക്കണം. ഇനി നമുക്ക് 40 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള. ഇതില് ഞാൻ പറഞ്ഞു പഠിക്കേണ്ട രീതിയും തിയറി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇതില് നിങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ മാറ്റി വെക്കേണ്ടത് നിർബന്ധമായും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും QT പേപ്പറിനും തന്നെയാണ്. അപ്പൊ ഈ ടോട്ടൽ 40 ഡേയ്സില് 40 ഡേയ്സില് നിങ്ങൾ 20 ഡേയ്സ് കോസ്റ്റിനും അതുപോലെ തന്നെ QTക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് വേണ്ടി വരുന്നതാണ്. 10 ആവാം, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെങ്കിലും നിങ്ങൾ അലോക്കേറ്റ് ചെയ്യാം. വേണമെങ്കിൽ 10 ഡേയ്സ് ഇതിനും അതുപോലെ തന്നെ 10 ഡേയ്സ് ഇതിനും നമുക്ക് വെക്കാം. ഇത് അടുപ്പിച്ചല്ല കേട്ടോ. ഒരു 10 ദിവസം കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ട് അവരിത് അടുത്തേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു പേപ്പർ ആണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു പേപ്പർ. ബാലൻസ് 20 ഡേയ്സ് നിങ്ങൾ ബാക്കി 3 പേപ്പേഴ്സിനും വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാം. 7x3 അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരെണ്ണത്തിന് 6 ദിവസമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 6. ഈ രീതിയിൽ ബാക്കി 20 ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്യാം. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്ന തിയറി പേപ്പർ. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലും ഒരുപാടുണ്ട്. EDP പിന്നെയും ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പിന്നെയും കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക്. ഇങ്ങനെ 40 ഡേയ്സിന് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ദെൻ എക്സാമിന്റെ തലേദിവസം നമ്മൾ റിവിഷൻ നടത്തുന്ന വീഡിയോ 2 ദിവസം മുമ്പ് ഉണ്ടായിരിക്കും, ടിപ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചിട്ട് തന്നെ പാസ് മാർക്കും അതുപോലെ തന്നെ ഹൈ മാർക്സിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇത് വെക്കേഷൻ ടൈമാണ്, പഠിക്കാനുള്ള ഒരു മൂഡ് വരുന്നില്ല, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത്. ചില കുട്ടികൾക്ക് എക്സാമിന് 2 ദിവസം മുമ്പായിട്ടും പരീക്ഷ ഒന്നും തോന്നണില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നിങ്ങൾ പറയരുത്. ബിക്കോസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് പല കുട്ടികൾക്ക് ആ ഫീൽ ഉണ്ടാവുക. ഈ പറയുന്ന പേപ്പേഴ്സിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് അരിയർ കിട്ടി, പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ തന്നെ നല്ല പ്ലാനോട് കൂടി മുന്നോട്ട് പോകാം. വെക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ദെൻ ഒരുപാട് കുട്ടികൾക്ക് തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. നമ്മുടെ പ്രത്യേകത കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റഡി പ്ലാനിൽ പറയാനുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.